ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ദോഹയിലെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഖത്തറിനെ പിന്തുണച്ച് അറബ് ലോകം. UAE പ്രസിഡന്റ് ദോഹയിൽ നേരിട്ടെത്തി ഖത്തറിന് ഐക്യദാർഢ്യം അറിയിച്ചു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ നാളെ ഖത്തറിലെത്തും. ജോർദാനും ഖത്തറിന് പിന്തുണ അറിയിച്ചു. അതേസമയം ഖത്തറിലെ ദൗത്യം പൂർത്തിയാക്കുമെന്ന ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. യമൻ തലസ്ഥാനമായ സനയിൽ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തി. പശ്ചിമേഷ്യയിൽ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ചർച്ചകളിൽ മധ്യസ്ഥം വഹിക്കുന്ന ഖത്തറിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധം പുകയുകയാണ്. അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളുടെ ലംഘനമാണ് നടന്നതെന്ന് സൗദി അറേബ്യയും UAEയും ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ വിമർശിച്ചു. ആക്രമണം അംഗീകരിക്കാനാകാത്തതാണെന്ന് ഫ്രാൻസും ഖത്തറിന്റെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് ബ്രിട്ടനും വ്യക്തമാക്കി. ചൈന, റഷ്യ, ഇറ്റലി, പോർച്ചുഗൽ, സ്വിറ്റ്സർലൻഡ്, ബെൽജിയം എന്നീ യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ചു. ജോർദാനിലെ കിരീടാവകാശി ഹുസൈനും UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനും ഇന്ന് ദോഹ സന്ദർശിക്കുന്നുണ്ട്. സൗദി അറേബ്യൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും നാളെ ദോഹയിലെത്തും. എന്നാൽ ഖത്തറിൽ ഇന്നലെ പരാജയപ്പെട്ട ദൗത്യം പൂർത്തിയാക്കുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. ശത്രുക്കൾ എവിടെയായിരുന്നാലും ഇല്ലാതാക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി. അതിനിടെ ഇസ്രായേൽ സൈനിക മേധാവിയും മൊസാദ് മേധാവിയും ഖത്തർ ആക്രമണ പദ്ധതിയെ എതിർത്തിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. എതിർപ്പിനെ അവഗണിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ആക്രമണത്തിന് ഉത്തരവിടുകയായിരുന്നുവെന്ന് ഇസ്രായേൽ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ UN സുരക്ഷാ കൗൺസിൽ അടിയന്തര യോഗം വിളിക്കും. അൾജീരിയയുടെയും പാകിസ്ഥാന്റെയും അഭ്യർത്ഥന പ്രകാരമാണ് യോഗം വിളിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. അതിനിടെ ഖത്തറിലെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഖത്തർ അമീറുമായി ഫോണിൽ സംസാരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഖത്തറിന്റെ പരമാധികാരത്തെ ലംഘിച്ചുള്ള ആക്രമണത്തെ പ്രധാനമന്ത്രി അപലപിച്ചു. ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. പുതുതലമുറയുടെ ജൻസി പ്രക്ഷോഭത്തിൽ ഉലഞ്ഞ നേപ്പാളിൽ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ തുടരുന്നു. രാജ്യം സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കേക്ക് ഭരണ ചുമതല നൽകാൻ ധാരണയായി എന്ന് റിപ്പോർട്ടുകളുണ്ട്. സംഘർഷം അയഞ്ഞതോടെ കാഠ്മണ്ഡു വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു. സംഘർഷങ്ങൾക്കിടെ ജയിലിൽ ചാടി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച 10 വിചാരണ തടവുകാർ പിടിയിലാണ്. ക്രമസമാധാന നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തതു മുതൽ നേപ്പാളിലെ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ്. രാത്രി മുതൽ കാഠ്മണ്ഡു അടക്കമുള്ള നഗരങ്ങളിൽ സേനാവിന്യാസം ശക്തമാക്കി. രാജിവെച്ച പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയും പ്രസിഡന്റ് രാംചന്ദ്ര പൗഡലും സൈനിക സുരക്ഷയിൽ തന്നെ തുടരുമ്പോൾ താൽക്കാലിക ഭരണ സംവിധാനത്തിനുള്ള ചർച്ചകൾ സജീവമാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ആഹ്വാനമനുസരിച്ച് പ്രക്ഷോഭത്തിൽ എരിഞ്ഞമർന്ന തെരുവുകൾ വൃത്തിയാക്കാനും യുവാക്കൾ തന്നെ രംഗത്തിറങ്ങി. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായതോടെ കാഠ്മണ്ഡു ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു. സംഘർഷങ്ങൾക്കിടെ ജയിൽ ചാടി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച 10 വിചാരണ തടവുകാർ പിടിയിലായി. ബോംബ് സ്ഫോടന കേസിൽ ജീവപര്യന്തം ശിക്ഷയനുഭവിക്കുന്ന നേപ്പാൾ മുൻ മന്ത്രി സഞ്ജയ് കുമാർ സാഹുവും ജയിൽ ചാടിയവരിൽ ഉൾപ്പെടുന്നു. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ അതിർത്തിയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 ഡൽഹി. 2 ദിവസത്തെ അനിശ്ചിതത്വങ്ങൾക്ക് ശേഷം കാഠ്മണ്ഡു അന്താരാഷ്ട്ര വിമാനത്താവളം വീണ്ടും തുറന്നു. എയർ ഇന്ത്യയുടെ വിമാനമാണ് ആദ്യമായി ഇവിടെ നിന്ന് പറന്നുയരുക. വിമാനത്താവളം തുറന്നതോടെ കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് തിരികെ വരാനാകും. കാഠ്മണ്ഡു എയർപോർട്ടിൽ നിന്ന് മലയാളിയായ ഡോക്ടർ ജോബി ഇലക്കട തയ്യാറാക്കി റിപ്പോർട്ട് കാണാം. 2 ദിവസത്തെ അൺസർട്ടനിറ്റിക്ക് ശേഷം കാഠ്മണ്ഡു ഇന്റർനാഷണൽ എയർപോർട്ട് വീണ്ടും സജീവമാകുമ്പോൾ ആദ്യത്തെ ഫ്ലൈറ്റ് ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നത് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ആയിരിക്കും. ഇന്ത്യൻ എംബസി അറേഞ്ച് ചെയ്തിരിക്കുന്ന വണ്ടികളിൽ നേപ്പാൾ ആർമിയുടെ എസ്കോർട്ടോടുകൂടി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കാഠ്മണ്ഡുവിൽ നിന്നും ഡൽഹിയിലേക്കായിരിക്കും ഈ ഫ്ലൈറ്റ് പുറപ്പെടുന്നത്. 8 മണിക്കായിരിക്കും ഈ ഫ്ലൈറ്റ് പുറപ്പെടുന്നത്. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്പെഷ്യൽ ഫ്ലൈറ്റാണ്. നാളെ മുതൽ നോർമൽ ഫ്ലൈറ്റ് ഉണ്ടാകും എന്നാണ് ഇപ്പോൾ എംബസി ഒഫീഷ്യൽസും എയർപോർട്ട് അതോറിറ്റി ആളുകളും അറിയിച്ചിരിക്കുന്നത്. നേപ്പാളിലെ ആർമി വളരെ നല്ല ഒരു ജോലിയാണ് ഇക്കാര്യത്തിൽ ചെയ്തിരിക്കുന്നത്. പുറമെ അൺറസ്റ്റ് ഉണ്ട് എങ്കിൽ പോലും ആർമിയുടെ എസ്കോർട്ടോടുകൂടിയാണ് ഇന്ത്യൻ എംബസി ആളുകളെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ആളുകളുടെ മുഖത്ത് കാണുന്ന ആ സന്തോഷം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ്. ഫ്രാൻസിൽ സർക്കാരിനെതിരെ വൻ പ്രതിഷേധം. പുതിയ പ്രധാനമന്ത്രിയായി സെബാസ്റ്റ്യൻ ലൊക്കോനോ ഇന്ന് ചുമതല ഏറ്റെടുക്കാൻ ഇരിക്കെയാണ് പ്രതിഷേധം. ബ്ലോക്ക് എവരിത്തിങ് എന്ന ഇടത് കൂട്ടായ്മയുടെ പ്രതിഷേധത്തിന് പിന്നാലെ ബോർഡോയിലും
ടൂൾ ഹൗസിലും ഗതാഗതം തടസ്സപ്പെട്ടു. 200ഓളം പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു. പുതിയ പ്രധാനമന്ത്രിയായ സെബാസ്റ്റ്യൻ ലെക്കോനോ സ്ഥാനമേറ്റെടുക്കാനിരിക്കെയാണ് സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ വൻ പ്രതിഷേധമുണ്ടായത്. ബോർഡോയിലും ടുലൌസിലും പ്രതിഷേധക്കാർ റോഡുകൾ തടസ്സപ്പെടുത്തി, ബസ്സുകൾ അഗ്നിക്കിരയാക്കി. 200-ലധികം പ്രക്ഷോഭകരെ അറസ്റ്റ് ചെയ്തു. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിനാൽ റെയിൽവേ സംവിധാനവും താറുമാറായി. 80,000 സുരക്ഷാ സൈനികരെ പ്രക്ഷോഭ മേഖലയിൽ അധികമായി വിന്യസിച്ചിട്ടുണ്ട്. പ്രതിഷേധക്കാർ കലാപാന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി ബ്രൂണോ റിറ്റയിൽ പറഞ്ഞു. നിലവിലെ പ്രധാനമന്ത്രി ഹൊസോ ബെയ്റു വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് മുൻ പ്രതിരോധ മന്ത്രിയായ സെബാസ്റ്റ്യൻ ലെക്കോനോയെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്തത്. 2022 വീണ്ടും അധികാരത്തിലെത്തിയത് മുതൽ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ രാജി ആവശ്യമുയർത്തി നിരവധി പ്രതിഷേധങ്ങൾ ഫ്രാൻസിലുണ്ടായിട്ടുണ്ട്. റിസർച്ച് ഡെസ്ക് 24. തീരുവ യുദ്ധത്തിൽ ഇന്ത്യക്ക് വഴങ്ങുന്നു എന്ന സൂചന നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാപാര കരാറിലെ തടസ്സങ്ങൾ നീക്കാൻ ഇന്ത്യയുമായി ചർച്ച തുടരും എന്ന US പ്രസിഡന്റ് പറഞ്ഞു. ഇന്ത്യയും അമേരിക്കയും അടുത്ത സുഹൃത്തുക്കളും സ്വാഭാവിക പങ്കാളികളും എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം. ഇന്ത്യയെ തല്ലിയും തലോടിയുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയതന്ത്രം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ 100% തീരുവ ചുമത്താൻ ഇന്നലെ യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യയുമായി ചർച്ച തുടരുകയാണെന്ന ട്രംപിന്റെ പ്രതികരണം. അടുത്ത സുഹൃത്തായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വരും ആഴ്ചകളിൽ സംസാരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും ട്രംപ്. ഇന്ത്യയും അമേരിക്കയും അടുത്ത സുഹൃത്തുക്കളെന്നും സ്വാഭാവിക പങ്കാളികളാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം. വ്യാപാര ചർച്ചകൾ പരിധിയില്ലാത്ത സാധ്യതകൾ തുറക്കുന്നതിന് വഴിയൊരുക്കുമെന്നും മോദി. ട്രംപുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും മോദി വ്യക്തമാക്കി. റഷ്യക്കെതിരെ 2ാം ഘട്ട ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് നേരത്തെ വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞിരുന്നു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയ്ക്കുമേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥരും തമ്മിൽ ഇന്നലെ നടന്ന യോഗത്തിൽ ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ 100% തീരുവ ചുമത്താൻ ട്രംപ് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടത്. യുക്രൈൻ റഷ്യ യുദ്ധം ശക്തമായി തുടരുന്ന പശ്ചാത്തലത്തിൽ ഈ ആഴ്ചയോ വരുന്ന ആഴ്ചയിലോ പുടിനുമായി സംസാരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. പ്രതിപക്ഷത്തിന്റെ കടുത്ത വിയോജിപ്പുകൾക്കിടയിലും രാജ്യമൊട്ടാകെ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്താൻ നീക്കം തുടങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഒക്ടോബറോടെ നടപടികൾ തുടങ്ങാനാണ് ആലോചന. ഡൽഹിയിൽ ചേർന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ യോഗത്തിൽ സംസ്ഥാനങ്ങളോട് തയ്യാറെടുപ്പുകൾ വേഗത്തിലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ബീഹാർ വോട്ടർ പട്ടിക വിവാദവും വോട്ട് കൊള്ള ആരോപണവും തള്ളിയാണ് രാജ്യവ്യാപക പരിഷ്കരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറെടുക്കുന്നത്. ബീഹാർ മാതൃകയിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകയറി വോട്ടർമാരെ നേരിട്ട് കണ്ടാകും പരിശോധന നടത്തുക. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഒരുക്കങ്ങൾ വിലയിരുത്തിയ കമ്മീഷൻ ഈ മാസത്തോടെ പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകി. വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രീതികളും തയ്യാറെടുപ്പുകളും യോഗത്തിൽ അന്തിമമാക്കി. 1 മാസം നീണ്ടു നിൽക്കുന്ന പ്രക്രിയ ഒക്ടോബറിൽ തുടങ്ങാനാണ് ആലോചന. അതിനുശേഷം കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. തുടർന്ന് ആക്ഷേപങ്ങൾ സമർപ്പിക്കാനും സമയം നൽകും. 2026 ജനുവരിയോടെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് നീക്കം. ബീഹാർ ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും വോട്ടർമാർ ഒപ്പിട്ട എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിച്ച് സമർപ്പിക്കേണ്ടതുണ്ട്. പൗരത്വം തെളിയിക്കാൻ ഉപയോഗിക്കാവുന്ന രേഖകളെക്കുറിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർമാരിൽ നിന്നും കമ്മീഷൻ അഭിപ്രായം തേടി. ബീഹാറിലെ പരിഷ്കരണ പ്രക്രിയയിൽ ആധാർ സാധുവായ രേഖയായി സ്വീകരിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. മരിച്ചവർ, സ്ഥിരമായി താമസം മാറിയവർ, ഇരട്ട വോട്ടുകൾ, പൗരന്മാരല്ലാത്തവർ എന്നിവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുക, ഒപ്പം വോട്ടവകാശമുള്ള എല്ലാ പൗരന്മാരെയും ഉൾപ്പെടുത്തുക എന്നിവയാണ് പ്രക്രിയയുടെ ലക്ഷ്യം. വോട്ടവകാശമുള്ള പൗരന്മാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ BJPയുമായി ചേർന്ന് നടത്തുന്ന നീക്കമാണ് കമ്മീഷന്റേതെന്നാണ് പ്രതിപക്ഷ വിമർശനം. എന്നാൽ വോട്ടർ പട്ടികയുടെ വിശ്വാസ്യത ഉറപ്പാക്കുക മാത്രമാണ് ലക്ഷ്യമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. 24 ഡൽഹി. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗിൽ സംശയം പ്രകടിപ്പിച്ച് കോൺഗ്രസ്. അസാധുവായ എല്ലാ വോട്ടുകളും എങ്ങനെ ഇന്ത്യ സഖ്യത്തിൽ നിന്നായി എന്നാണ് കോൺഗ്രസിന്റെ ചോദ്യം. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോർന്നതിൽ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ അതൃപ്തി ശക്തമാണ്. തകർച്ചയിലേക്ക് നീങ്ങിയ ഇന്ത്യ സഖ്യം ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്നീ വിഷയങ്ങളിലാണ് വീണ്ടും ഒന്നിച്ചത്. ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാനിരിക്കെ പ്രതിപക്ഷ നിരയിലെ പരസ്പര വിശ്വാസത്തെ തകർക്കുന്നതാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഫലം.
ഇന്ത്യ സഖ്യത്തിന് 315 എംപിമാരാണുള്ളത്. സ്വതന്ത്രരുൾപ്പെടെ 9 പേർ പിന്തുണ അറിയിച്ചിരുന്നു. 324 വോട്ടാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും 300 വോട്ട് മാത്രമാണ് സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് സുദർശന റെഡ്ഡിക്ക് ലഭിച്ചത്. പ്രതിപക്ഷ നിരയിൽ നിന്നുമുണ്ടായ വോട്ട് ചോർച്ച ഇന്ത്യ സഖ്യത്തെ കടുത്ത അതിർത്തിയിലാക്കിയിട്ടുണ്ട്. നടന്നത് വോട്ട് മോഷണം തന്നെയെന്നും പ്രതിപക്ഷ കണക്കുകളിൽ നിന്നുള്ള 15 വോട്ടിന്റെ വ്യത്യാസം മറ്റെന്താണ് സൂചിപ്പിക്കുന്നതെന്നും അഭിഷേക് മനു സിംഗ്വി. If allegedly there are 15 less votes than the listed number of people in the India alliance, then what does it mean? You call it a slogan-wise of vote chori, but the issue is the same. One is a smaller scale indirect election, one is a larger scale. കൂറുമാറ്റം നടന്നിട്ടുണ്ടോ എന്ന സഖ്യത്തിലെ ഓരോ പാർട്ടികളും പരിശോധിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരിയും ആവശ്യപ്പെട്ടു. ആം ആദ്മി പാർട്ടി, ശിവസേന, ഉദ്ധവ് താക്കറെ എംപിമാരിൽ നിന്നാണ് വോട്ട് ചോർന്നതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. 24 ഡൽഹി. പ്രധാനമന്ത്രിയുടെ മാതാവിനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രതിഷേധവുമായി BJP. റായ്ബറേലിയിലെത്തിയ രാഹുൽ ഗാന്ധിയെ BJP പ്രവർത്തകർ തടഞ്ഞു. രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് മന്ത്രി ദിനേശ് പ്രതാപ് സിംഗിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ബൂത്ത് പ്രവർത്തകരുമായുള്ള കൂടിക്കാഴ്ചയുൾപ്പെടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെത്തിയത്. ഹർചന്ദ്പൂരിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു BJP പ്രവർത്തകരുടെ പ്രതിഷേധം. മന്ത്രി ദിനേശ് പ്രതാപ് സിംഗിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി ബാനറുകളുമായി എത്തി. രാഹുൽ ഗാന്ധിയെ തടഞ്ഞു. വോട്ട് ചോർ ഗഡ്ഡി ചോർ എന്നതാണ് പ്രധാന മുദ്രാവാക്യമെന്നും അത് രാജ്യമെമ്പാടും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി. Main nara these days is vote chor, gaddi chor, and that is being proved across the country. We will prove it again and again and again in more and more dramatic ways. ബീഹാറിലെ വോട്ടർ അധികാർ യാത്രയ്ക്കിടെ പ്രധാനമന്ത്രിയുടെ മാതാവിനെ അധിക്ഷേപിച്ച് പരാമർശം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നും മന്ത്രി ദിനേശ് പ്രതാപ് സിംഗ് ആവശ്യപ്പെട്ടു. 24 ഡൽഹി. CPI സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം. സർക്കാരിന്റെ മുൻഗണനയിൽ അടിസ്ഥാന വിഭാഗങ്ങൾക്ക് പരിഗണന ഇല്ല എന്നാണ് റിപ്പോർട്ടിലെ പ്രധാന വിമർശനം. ക്ഷേമ ബോർഡുകളും കടാശ്വാസ കമ്മീഷനുകളും സ്തംഭനാവസ്ഥയിലാണ് എന്നും റിപ്പോർട്ട് വിമർശിക്കുന്നു. റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. സർക്കാരിന്റെ വികസന നയത്തിൽ അടിസ്ഥാന വിഭാഗങ്ങൾക്ക് പരിഗണനയില്ല എന്നതാണ് CPI മുന്നോട്ട് വെക്കുന്ന പ്രധാന വിമർശനം. സർക്കാരിലെ ക്ഷേമ ബോർഡുകളും കടാശ്വാസ കമ്മീഷനുകളും സ്തംഭനത്തിലാണ്. കർഷക ക്ഷേമ ബോർഡ് പ്രഖ്യാപനം മാത്രമായി മാറി. ബോർഡിന്റെ പ്രഖ്യാപനങ്ങളൊന്നും നടപ്പിലാക്കിയിട്ടില്ല. നെല്ലിന്റെ സംഭരണ വില നൽകാത്തതിലും പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. പരമ്പരാഗത വ്യവസായങ്ങൾക്ക് പരിഗണന ലഭിക്കുന്നില്ല. പൊതുമേഖലയിൽ പുതിയ നിയമനങ്ങൾ നടക്കുന്നില്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നടപ്പാക്കുന്നത് എല്ലാ നിയമങ്ങളും മറികടന്നാണെന്നും പ്രവർത്തന റിപ്പോർട്ട് വിമർശിക്കുന്നു. BJPയുടെ തൃശൂരിലെ ജയം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് വന്ന നിഷേധാത്മക മാറ്റമാണെന്നും രാഷ്ട്രീയ റിപ്പോർട്ട് വിമർശിക്കുന്നു. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിരോധിച്ചുകൊണ്ടുള്ള നിയമം ഇനിയും വൈകിക്കൂടെന്നും രാഷ്ട്രീയ റിപ്പോർട്ട് പറയുന്നുണ്ട്. സഹകരണ മേഖലയിൽ വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പാക്കണമെന്നും രാഷ്ട്രീയ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. ഭാരതാംബ വിവാദത്തിൽ മന്ത്രി P. പ്രസാദിനെ രാഷ്ട്രീയ റിപ്പോർട്ട് അഭിനന്ദിക്കുന്നുമുണ്ട്. മന്ത്രി P. പ്രസാദിന്റെ സന്ദർഭോചിതമായ ഇടപെടൽ മൂലം ഗവർണറുടെ സംഘപരിവാർ അജണ്ട തുറന്നു കാണിക്കപ്പെട്ടു എന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. ആലപ്പുഴയിൽ നിന്ന് R. ശ്രീജിത്ത്, 24. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. നല്ല തിളക്കമുള്ള ജയത്തോടെ ഇന്ത്യ മത്സരം തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. UAE 9 വിക്കറ്റിനാണ് തകർത്തത്. ആതിഥേയരെ വെറും 57 റൺസിന് എറിഞ്ഞിട്ട ഇന്ത്യ വിജയലക്ഷ്യം 4.5 ഓവറിൽ മറികടക്കുകയും ചെയ്തു. ആ വിജയ നിമിഷം നമുക്ക് കാണാം. യെസ്, സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അനിൽ, ഒരു 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 ടൂർണമെന്റിന് ഇതിനപ്പുറം ഒരു തിളക്കമുള്ള ജയത്തോടെ തുടങ്ങാൻ കഴിയില്ല എന്ന് തോന്നുന്നു അല്ലേ? അതിഗംഭീരമായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ മത്സരം തന്നെ അല്ലേ? തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു മിന്നും തുടക്കം തന്നെയാണ് ഏഷ്യ കപ്പിൽ ലഭിച്ചിരിക്കുന്നത്. കാരണം നിലവിലെ ചാമ്പ്യന്മാരാണ് ഇന്ത്യക്ക് കിരീടം നിലനിർത്തേണ്ടതുണ്ട്. പക്ഷേ അതിനൊത്തുന്ന തരത്തിൽ വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു ജയം തന്നെയാണ് ഇന്ത്യക്ക് ലഭിച്ചത്. ഇന്നത്തെ മത്സരത്തിന്റെ തുടക്കത്തിൽ ആതിഥേയരായ UAE ആദ്യ ഓവറിൽ 10 റൺസൊക്കെ തന്നെ അടിച്ചപ്പോൾ ഇന്ത്യക്കെതിരെ ചെറിയ തരത്തിലെങ്കിലും പോരാട്ടം കാഴ്ചവെക്കുമെന്നാണ് കരുതിയത്. പക്ഷേ അതുണ്ടായില്ല. 26 റൺസ് വരെ മാത്രമാണ് UAEക്ക് ഈ മത്സരത്തിൽ അവർ ഉണ്ടായിരുന്നത് പോലും. അതിനുശേഷം
UAE ചിത്രത്തിലെ ഇല്ലാത്ത കാഴ്ചയാണ് കണ്ടത്. അവർക്കെതിരെ പവർ പ്ലേയിൽ തന്നെ ഇന്ത്യ കളി പിടിച്ചു. പിന്നീട് 57 റൺസിന് അവരെ എറിഞ്ഞിടുകയാണ് ഉണ്ടായത്. കുൽദീപ് യാദവ് 4 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ ശുഭൻ ദുബെ 3 വിക്കറ്റ്, ജസ്പ്രീത് ബുംറ, അക്സർ പട്ടേൽ, വരുൺ ചക്രവർത്തി എന്നിവർ ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തി. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു തന്നെയാണ് ഇന്ത്യ പവർ പ്ലേയിൽ തന്നെ കളി തീർക്കുമെന്നുള്ളത്. ഇന്ത്യയുടെ ഓപ്പണർ ലോക 1-ാം നമ്പർ താരമായ അഭിഷേക് ശർമ്മ അതിഗംഭീര തുടക്കമാണ് ടീമിന് നൽകിയത്. സിക്സറുകളോട് ആദ്യ പന്തിൽ തന്നെ 6, അടുത്ത പന്തിൽ 4 എന്നിങ്ങനെയായിരുന്നു അഭിഷേക് ശർമ്മ തുടങ്ങിയത്. സഞ്ജു സാംസണിന് പകരം ഓപ്പണർ സ്ഥാനത്തേക്ക് വന്ന വൈസ് ക്യാപ്റ്റൻ കൂടിയായ ശുഭമാൻ ഗില്ലും ഏറ്റവും നല്ല രീതിയിൽ തന്നെ കളിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ ഇന്ത്യ ഒരു മികച്ച തുടക്കം തന്നെയാണ് ഇന്ത്യക്ക് കിട്ടിയത്. ഒരു മികച്ച ചെയ്യുന്ന ആകെ ഈ മത്സരത്തിൽ ഇന്ത്യക്ക് ഒരുപക്ഷെ നിരാശപ്പെടാനുള്ളത് അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് നഷ്ടമായി. ഇന്ത്യയുടെ 10 വിക്കറ്റ് ജയം നേടാനായില്ല എന്നുള്ളത് മാത്രമാണ്. ഇന്ത്യയുടെ സ്കോർ കാർഡിലേക്ക് പോവുകയാണെങ്കിൽ അഭിഷേക് ശർമ്മ 30 റൺസാണ് എടുത്തത്. അതും 16 പന്തിൽ 2 4 3 6 ഉൾപ്പെടുന്നതാണ് അഭിഷേക് ശർമ്മയുടെ ഇന്നിംഗ്സ്. ഒപ്പം തന്നെ വൈസ് ക്യാപ്റ്റൻ ശുഭമാൻ ഗിൽ 9 പന്തിൽ 20 റൺസ് എടുത്തു. 2 4 1 6 ഗില്ലിന്റെ സംഭാവനയായി വന്നത്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 2020-യെ തന്നെ പുനർനിർവചിച്ച അല്ലെങ്കിൽ 2020 ക്രിക്കറ്റിന്റെ ഐക്കണായി കരുതുന്ന സൂര്യകുമാർ യാദവ് അദ്ദേഹവും മോശമാക്കിയില്ല. 2 പന്തിൽ 7 റൺസ് എടുത്തു. അതിലൊരു 6 ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിഗംഭീര വിജയമാണ് ലഭിച്ചിരിക്കുന്നത്. 58 റൺസ് വിജയലക്ഷ്യം വെറും 4.3 ഓവറിൽ, അതായത് പവർ പ്ലേയിൽ തന്നെ ഇന്ത്യ കളി തീർക്കുന്ന കാഴ്ച കണ്ടു. എന്തായാലും ഇന്ത്യക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ജയം, കിരീടം നിലനിർത്താൻ വലിയ പിന്തുണ അല്ലെങ്കിൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു ജയം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് 14-ാം തീയതിയിലെ മത്സരത്തിലേക്കാണ്, ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിലേക്കാണ്. അതിനു മുമ്പ് ഇറങ്ങുമ്പോൾ ഇന്ത്യക്ക് വലിയ ആത്മവിശ്വാസം അല്ലെങ്കിൽ വലിയ തരത്തിൽ ഉത്തേജനം നൽകുന്ന ഒരു ജയമാണ് ഇപ്പോൾ ആതിഥേയരായ UAE-ക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. യെസ്, സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്. വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗികാരോപണങ്ങൾക്ക് പിന്നിൽ VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും ഗൂഢാലോചനയെന്ന് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിന്റെ മൊഴി. തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയാണ് മൊഴി നൽകിയത്. അതേസമയം കൊച്ചിയിലെ യുവനടിയുടെ പ്രാഥമിക മൊഴിയിൽ കേസെടുക്കുന്ന കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടും. രാഹുലിനെതിരെയുള്ള വിവാദങ്ങൾക്ക് പിന്നാലെ സംസ്ഥാന പോലീസ് മേധാവിക്കാണ് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് ഗൂഢാലോചന ആരോപിച്ച് പരാതി നൽകിയത്. രാഹുലിനെതിരെയുള്ള അന്വേഷണ സംഘത്തിന് ഈ പരാതിയും കൈമാറിയിരുന്നു. ഇന്ന് തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നേരിട്ടെത്തി വനിതാ നേതാവ് മൊഴി നൽകി. രാഹുലിനെതിരായ ആരോപണങ്ങൾ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഗൂഢാലോചനയിൽ VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും പങ്ക് അന്വേഷിക്കണമെന്നും മൊഴിയിൽ ആവശ്യപ്പെടുന്നു. കൊച്ചിയിലെ യുവനടിയെ പരാതിക്കാരിയാക്കണോ എന്ന കാര്യത്തിലാണ് നിയമോപദേശം തേടാനുള്ള ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. പരാതികളിൽ നിയമപരമായ അന്വേഷണം നടക്കുകയാണെന്ന് DGP റവാഡ ചന്ദ്രശേഖർ. കിട്ടിയ പരാതികളിനെ വെച്ചിട്ടാണ് ഒരു കോഗ്നിസബിൾ ഒഫൻസുള്ള സാഹചര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്താണ്. അതിൻ്റെ കാര്യം നടക്കുന്നുണ്ട്. നമ്മുടെ ബാക്കിയുള്ള ആ പരാതിയിലുള്ള ബാക്കി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം. നമ്മുടെ നിയമത്തിൻ്റെ ഉള്ളിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നത് അതിന് കാര്യം ചെയ്യുന്നതാണ് നടക്കുന്നുണ്ട് അതിലേക്ക്. അതിനിടെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ 4 സുഹൃത്തുക്കളെയും പുതുതായി പ്രതി ചേർത്തിരുന്നു. യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ നേതാവ് നൂബിൻ, അടൂർ സ്വദേശികളായ അശ്വന്ത്, ജിഷ്ണു, ചാർലി എന്നിവരെയാണ് പ്രതി ചേർത്തത്. വ്യാജ കാർഡ് നിർമ്മിച്ച് വിതരണം ചെയ്യാൻ കാർഡ് കളക്ഷൻ ഗ്രൂപ്പ് എന്ന പേരിൽ ഇവർ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതായും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീണ്ടും ചോദ്യം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. സംസ്ഥാന കോൺഗ്രസിൽ സോഷ്യൽ മീഡിയ ഇടപെടലിനെ ചൊല്ലി പുതിയ പോര്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായ സൈബർ ആക്രമണത്തിൽ മൗനം പാലിക്കുകയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ. സൈബർ ആക്രമണം വലിയ കാര്യമല്ല എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ചോദ്യത്തോട് കൈകൂപ്പൽ മാത്രമായിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. മറ്റെല്ലാം മാറ്റിവെച്ച് സർക്കാരിനെതിരായ പോരാട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നായിരുന്നു ഷാഫി പറമ്പലിന്റെ പ്രതികരണം. പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യം വെച്ച് ഡിജിറ്റൽ മീഡിയ സെൽ അംഗങ്ങൾ നടത്തുന്ന പ്രചാരണത്തിന് കോൺഗ്രസ് നേതാക്കൾക്ക് മറുപടിയില്ല. സൈബർ ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ മറുപടി ഇങ്ങനെ: പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ തോതിലുള്ള സൈബർ അറ്റാക്ക് നടക്കുന്നത് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്ര സൈബർ അറ്റാക്കുകൾ എന്ന് സൈബർ ആക്രമണത്തിൽ വലിയ കാര്യമില്ലെന്ന് രമേശ് ചെന്നിത്തല. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പ്രതിപക്ഷ നേതാവിനെതിരെ കോൺഗ്രസ് ഹാൻഡിൽ തന്നെ സൈബർ ആക്രമണം നടത്തുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ വലിയ കാര്യമൊന്നുമില്ല. സൈബർ കോൺഗ്രസിന്റെ തലപ്പത്ത് മാറ്റം വരുമെന്നായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ മറുപടി. കോൺഗ്രസ് പ്രവർത്തകരുടെ സമൂഹമാധ്യമ ഹാൻഡിലുകൾ സർക്കാരിനെതിരെ തിരിയണമെന്ന് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. ഞാൻ ആവർത്തിച്ചു പറയുന്നു, അവനവന്റെ കൈയും കാലും നാവും തലയും മനസ്സും ഹാൻഡിലുകളും ഒക്കെ ഗവൺമെന്റിന്റെ ക്രൂര ചെയ്തികൾക്കെതിരായിട്ടുള്ള പ്രതികരണങ്ങളുടെ വേദിയായി മാറട്ടെ. അതിനിടെ പ്രതിപക്ഷ നേതാവിന്റെ പേരെടുത്ത് പറഞ്ഞും അല്ലാതെയും വിമർശിച്ചുകൊണ്ടാണ് സൈബർ പോര് മുന്നോട്ട് പോകുന്നത്. 24 തിരുവനന്തപുരം.
തിരുവനന്തപുരം കനകക്കുന്നിൽ ഓണാഘോഷത്തിനിടെ പോലീസ് ലാത്തിച്ചാർജ്. ഓണം വാരാഘോഷം സമാപനത്തിന്റെ ഭാഗമായി കനകക്കുന്നിൽ വിനീത് ശ്രീനിവാസന്റെ സംഗീത പരിപാടി സംഘടിപ്പിച്ചിരുന്നു. കനത്ത ജനത്തിരക്കായിരുന്നു പരിപാടിയിൽ ഉണ്ടായിരുന്നത്. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് ലാത്തി വീശിയത് എന്നാണ് പോലീസിന്റെ വിശദീകരണം. എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതിയില്ലാതെയാണ് ലാത്തിച്ചാർജ് നടത്തിയ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. അഗ്നിരക്ഷാ സേനാ മേധാവി DGP യോഗേഷ് ഗുപ്തയ്ക്കെതിരെ സർക്കാർ ഉന്നതതല അന്വേഷണം തുടങ്ങി. വിജിലൻസ് ഡയറക്ടറായിരിക്കെ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്തു എന്ന ആരോപണത്തിലാണ് അന്വേഷണം. അന്വേഷണ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്ക് ഉടൻ നൽകും. സർക്കാർ നടപടിക്കെതിരായ യോഗേഷ് ഗുപ്തയുടെ ഹർജിയിൽ സർക്കാരിനോട് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ മറുപടി തേടി. DGP യോഗേഷ് ഗുപ്തയുമായുള്ള പോര് തുടരുന്നതിനിടെയാണ് സർക്കാരിന്റെ പുതിയ നീക്കം. യോഗേഷ് ഗുപ്ത വിജിലൻസ് ഡയറക്ടറായിരുന്ന സമയത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് അന്വേഷണം. ഈ സമയത്ത് സർക്കാർ അനുവാദമില്ലാതെ അന്വേഷണങ്ങൾ നടത്തിയെന്നാണ് കണ്ടെത്തൽ. ഇതുകൂടാതെ അധികാര ദുർവിനിയോഗം നടത്തിയോ എന്നും പരിശോധിക്കുന്നുണ്ട്. അന്വേഷണം സംബന്ധിച്ച റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി ജയതിലക് ഉടൻ സർക്കാരിന് സമർപ്പിക്കും. KM എബ്രഹാമിന്റെ കേസിലെ ഇടപെടൽ ഉൾപ്പെടെ അന്വേഷണ പരിധിയിൽ വരും. പോലീസ് DGP റവാഡ ചന്ദ്രശേഖറിന് കത്തയച്ചത് അച്ചടക്ക ലംഘനത്തിന്റെ പരിധിയിൽ വരുമോ എന്നും സർക്കാർ പരിശോധിക്കുന്നുണ്ട്. കേന്ദ്രത്തിൽ നിയമനം ലഭിക്കുന്നതിന് സംസ്ഥാന സർക്കാരിൽ നിന്നും വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വൈകുന്നതിനെതിരെ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ യോഗേഷ് ഗുപ്ത നൽകിയ ഹർജിയിൽ ട്രൈബ്യൂണൽ സർക്കാരിനോട് മറുപടി തേടി. ഈ മാസം 15-ന് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാത്തതിന്റെ കാരണം വ്യക്തമാക്കണമെന്ന് ട്രൈബ്യൂണൽ നിർദ്ദേശിച്ചു. പുതിയ സാഹചര്യത്തിൽ വിഷയത്തിലെ സർക്കാർ നിലപാട് നിർണായകമാണ്. റാഫി കരീം, 24 കൊച്ചി. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. കോഴിക്കോട് വിജിൽ തിരോധാന കേസിൽ നിർണായക കണ്ടെത്തൽ. സരോവരത്തെ തെരച്ചിലിൽ വിജിലിന്റെ ഷൂ കണ്ടെത്തി പ്രതികൾ ഷൂ തിരിച്ചറിഞ്ഞു. സരോവരം പാർക്കിനോട് ചേർന്ന ചതുപ്പിൽ വിജിലിനെ ചവിട്ടിത്താഴ്ത്തി എന്നായിരുന്നു പ്രതികളുടെ മൊഴി. മണ്ണുമാറ്റിയുള്ള 2ാം ദിവസത്തെ പരിശോധനയിലാണ് ഷൂ കണ്ടെത്തിയത്. പ്രതികളായ KK നിഖിലും ദീപേഷും ഷൂ തിരിച്ചറിഞ്ഞതായി അന്വേഷണ ഉദ്യോഗസ്ഥൻ KR രഞ്ജിത്ത്. ഇടത് കാലിലെ വുഡ്ലാൻഡ് ഷൂ ആണ്. അതെ വുഡ്ലാൻഡ് ഷൂ. അത് അന്ന് ഇയാള് മരണപ്പെട്ട സമയത്ത് തന്നെ ഇയാളെ വലിച്ചുകൊണ്ടുവന്ന് ഇവിടെ ചവിട്ടി താഴ്ത്തിയ സമയത്ത് ആ സമയത്ത് കാലിലുണ്ടായിരുന്നതാണ് അവർ നമ്മളോട് പറഞ്ഞിരുന്നു. അത് സാധനം തന്നെയാണ്. നമുക്ക് ഇപ്പോൾ അവരെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തു. സയൻറ്റിഫിക്കാരാണത് നമുക്ക് ഹാജരാക്കി തന്നത്. അപ്പോൾ ഈ സയൻറ്റിഫിക് പരിശോധനയും മറ്റേ DNA എന്തെങ്കിലും കിട്ടുമെന്നുള്ളത് നമ്മൾ നോക്കും. ഈ ഷൂസ് കിട്ടിയതിൻ്റെ റിമൈനിങ് അടുത്തുള്ള ഏരിയകളിൽ നാളെ സെർച്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. 2 ദിവസം കൂടി പോലീസ് കസ്റ്റഡിയിൽ തുടരുന്ന പ്രതികളുമായി വീണ്ടും തെളിവെടുക്കും. പ്രധാന തെളിവായ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. 2019 മാർച്ച് 24-നാണ് വിജിലിനെ കാണാതായത്. 1-ാം പ്രതി നിഖിൽ അമിതമായി ലഹരിമരുന്ന് കുത്തിവെച്ചതോടെ കുഴഞ്ഞു വീണ് മരിച്ച വിജിലിനെ ചതുപ്പിൽ താഴ്ത്തി എന്നാണ് പ്രതികളുടെ മൊഴി. കേസിൽ നിർണായക തെളിവാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഷൂ ഉടൻ തന്നെ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. നൈജീരിയൻ ലഹരി മാഫിയ കേസിൽ അടിയന്തര യോഗം വിളിച്ച് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ T നാരായണൻ. കേരളത്തിലേക്കുള്ള ലഹരിക്കടത്തിന് പിന്നിൽ നൈജീരിയയിലെ ബയാഫ്ര വിഘടനവാദികളെന്ന് കണ്ടെത്തിയിരുന്നു. കേസിൽ കേന്ദ്ര ഏജൻസികളുടെ സഹായം തേടുന്ന കാര്യവും പരിഗണനയിലാണ്. 24 ബ്രേക്കിംഗ്. നൈജീരിയൻ ലഹരി മാഫിയ സംഘത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്ന കാര്യം പോലീസ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദേശത്തു നിന്നും വിസയും പാസ്പോർട്ടുമില്ലാതെ ഇന്ത്യയിൽ തങ്ങി രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. നൈജീരിയയിൽ നിന്നും ലഹരി മാഫിയ സംഘം വൻതോതിൽ ഇന്ത്യയിലെത്തിയെന്നും വിവരമുണ്ട്. നൈജീരിയയിലെ ബിയാഫ്ര വിഘടനവാദികളാണ് ഇന്ത്യയിലെത്തിയത് എന്നും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ സ്ഥിരീകരിച്ചു. കോഴിക്കോട് സിറ്റി പോലീസ് ഹരിയാനയിൽ പോയി പിടികൂടിയ നൈജീരിയക്കാരെ ചോദ്യം ചെയ്തപ്പോൾ പോലീസിന് കിട്ടിയത് നിർണായക വിവരങ്ങളാണ്. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. കൊല്ലം അഞ്ചാലുമൂടിൽ +2 വിദ്യാർത്ഥിയുടെ മൂക്കിടിച്ച് തകർത്ത് കായികാധ്യാപകൻ. എന്നാൽ വിദ്യാർത്ഥി അധ്യാപകനെ ആദ്യം മർദ്ദിച്ചു എന്നാണ് സ്കൂൾ അധികൃതരുടെ വാദം. പരിക്കേറ്റ ഇരുവരെയും അഞ്ചാലുമൂട് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവിടെയും സംഘർഷമുണ്ടായി. സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കാൻ കൊല്ലം DDE ചുമതലപ്പെടുത്തി. കഴിഞ്ഞ ദിവസം ഉച്ചതിരിഞ്ഞ് 3:30യോടെയായിരുന്നു സംഭവം. അഞ്ചാലുമൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായികാധ്യാപകനായ റാഫിയാണ് സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ 17-കാരന്റെ മൂക്കിടിച്ച് തകർത്തത്. താക്കോലുകൊണ്ടുള്ള ഇടിയേറ്റ് കുട്ടിയുടെ തലയ്ക്കും പരിക്കേറ്റു. ഇങ്ങോട്ട് കയ്യിൽ താക്കോലുണ്ടാകും. എന്നെ പിടിച്ച് തെല്ലിയിട്ട് ഇടിച്ചു, നെറ്റിയിൽ പിടിച്ച് മുക്കിലും തല ഇവിടെ. ഈ ഒരു കാര്യം ഒരു അധ്യാപകൻ ചെയ്യുമ്പോൾ വേറൊരു വിദ്യാർത്ഥികളത് കണ്ടോണ്ടിരിക്കുന്നു. അവരും തിരിച്ച് നാളെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സാറുമാരെ ഇവരങ്ങോട്ട് അടിച്ചെങ്കിൽ ഇതിനൊക്കെ വലിയ പ്രശ്നങ്ങൾ വരും. എന്നാൽ പെൺകുട്ടിയോട് അസഭ്യം പറഞ്ഞത് അധ്യാപകൻ ചോദ്യം ചെയ്യുകയായിരുന്നുവെന്നും
ഇക്കാര്യം പ്രിൻസിപ്പലിനെ ധരിപ്പിക്കാനെത്തിയ അധ്യാപകനെ വിദ്യാർത്ഥിയാണ് ആദ്യം മർദ്ദിച്ചതെന്നും സ്കൂൾ അധികൃതർ. വിദ്യാർത്ഥിയും അധ്യാപകനും അഞ്ചാലുമൂട് പോലീസിൽ പരാതി നൽകി. കുട്ടി ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. പരിക്കേറ്റ ഇരുവരെയും അഞ്ചാലുമൂട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ അവിടെ വെച്ചും സംഘട്ടനത്തിന് മുതിർന്നു. പരുക്ക് ഗുരുതരമായതിനാൽ വിദ്യാർത്ഥി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. 24 കൊട്ടാരക്കര. കേരളത്തിലെ 40 സർക്കാർ സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ലാബുകൾ സ്ഥാപിക്കുമെന്ന SKN40 വാഗ്ദാനം പാലിച്ചു 24. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്നാണ് 24 പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. നാളെ രാവിലെ 11:30 എറണാകുളം തൃക്കാക്കര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം. 14 ജില്ലകളിലായിട്ടാണ് 40 കമ്പ്യൂട്ടർ ലാബുകൾ കൊടുക്കുന്നത്. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ സഹായത്തോടെയാണ് 24 കണക്ട് അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടെ ഈ പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത്. എന്തായാലും അതൊരുപാട് കുട്ടികളെ ടെക്നോളജിയിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ കാരണമാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. SKN40 അരുതക്രമം അരുത് ലഹരി ജനജാഗ്രത കേരള യാത്രയുടെ കോഴിക്കോട് നടന്ന സമാപന സമ്മേളനത്തിലാണ് സംസ്ഥാനത്തെ 14 ജില്ലകളിലെ 40 സർക്കാർ വിദ്യാലയങ്ങളിൽ കമ്പ്യൂട്ടർ ലാബുകൾ നൽകുമെന്ന് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പ്രഖ്യാപിച്ചത്. SKN40 രണ്ടാം ഘട്ടമായ ജ്യോതിർഗമയിൽ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്നാണ് 24 വാഗ്ദാനം നടപ്പിലാക്കുന്നത്. നാളെ രാവിലെ 11:30 മണിക്ക് തൃക്കാക്കര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം. ആർ ശ്രീകണ്ഠൻ നായർ മാധ്യമ ജീവിതത്തിൽ 4 പതിറ്റാണ്ട് തികച്ച വേളയിലാണ് SKN40 അരുത് അക്രമം അരുത് ലഹരി ജനജാഗ്രത കേരള യാത്ര നടത്തിയത്. മാർച്ച് 16 തിരുവനന്തപുരത്തു നിന്നും ആരംഭിച്ച യാത്ര 14 ജില്ലകളും പിന്നിട്ട് ഏപ്രിൽ 20 കോഴിക്കോട് ബീച്ചിൽ ജനലക്ഷങ്ങളുടെ സാന്നിധ്യത്തിൽ സമാപിച്ചു. യാത്രയ്ക്ക് കേരളത്തിലുടനീളം വലിയ ജനപിന്തുണയാണ് ലഭിച്ചത്. SKN40 രണ്ടാം ഘട്ടമായ ജ്യോതിർഗമയയിൽ മയക്കുമരുന്ന് മഹാവിപത്ത് എന്ന പേരിൽ സംസ്ഥാനത്തെ 1000 വിദ്യാലയങ്ങളിൽ 1 വർഷം നീളുന്ന ബോധവൽക്കരണ പരിപാടികൾ നടന്നുവരികയാണ്. ന്യൂസ് ഡെസ്ക് 24. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിലും സ്പോൺസർഷിപ്പിലും സർക്കാരിനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. സംഗമത്തിൽ സർക്കാരിന്റെ റോൾ എന്താണ് എന്നും ആർക്കാണ് പരിപാടി നടത്തണമെന്ന് ആവശ്യമെന്നും കോടതി ചോദിച്ചു. ഹർജി അടുത്ത ദിവസം വീണ്ടും പരിഗണിക്കാൻ മാറ്റി. പന്തളം രാജകുടുംബത്തെ അനുനയിപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശ്രമം തുടങ്ങി. ദേവസ്വം ബോർഡാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതെന്നും ബോർഡിനെ സഹായിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നുമാണ് ഹൈക്കോടതിയിലെ സർക്കാർ വാദം. മതേതര സർക്കാരിന് എങ്ങനെയാണ് അയ്യപ്പ സംഗമം നടത്താനാവുക എന്നായിരുന്നു ഹർജിക്കാരുടെ ചോദ്യം. ലഭിക്കുന്ന പണം സർക്കാർ എങ്ങനെ ചെലവാക്കുമെന്നും കോർപ്പറേറ്റ് സംഭാവനകൾ എങ്ങോട്ട് പോകുമെന്നും കോടതി ചോദിച്ചു. സ്പോൺസർഷിപ്പിലൂടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും ഇതിനായി പ്രത്യേക ബാങ്ക് അക്കൗണ്ട് തുറന്നിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചു. ഹർജി അടുത്ത ദിവസം വീണ്ടും പരിഗണിക്കാനായി മാറ്റി. വിവാദം തുടരുന്നതിനിടെ പന്തളം കൊട്ടാരം പ്രതിനിധികളുമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് കൂടിക്കാഴ്ച നടത്തി. ശബരിമല പ്രക്ഷോഭകാലത്തെ കേസുകൾ പിൻവലിക്കണമെന്ന ആവശ്യം കൊട്ടാരം പ്രതിനിധികൾ ഉന്നയിച്ചു. കഴിഞ്ഞ 5 വർഷമായി ശബരിമലയിൽ എല്ലാ ആചാരങ്ങളും പാലിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് 24. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ വിമർശനം. ചെന്നൈയിലേക്ക് കൊണ്ടുപോയ ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ പാളി തിരികെ എത്തിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് സുരക്ഷാ മാനദണ്ഡപ്രകാരമെന്ന ദേവസ്വം ബോർഡിന്റെ മറുപടിയിൽ കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു. കോടതിയുടെ അനുമതിയോടെ മാത്രമേ സന്നിധാനത്ത് സ്വർണ്ണപ്പണികൾ നടത്താനാവൂ. ഈ ഉത്തരവ് നിലനിൽക്കെ സ്വർണ്ണപ്പാളി നീക്കിയതിൽ ദേവസ്വം ബോർഡിന് ഗുരുതര വീഴ്ച സംഭവിച്ചെന്നാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട്. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചും സമാന നിലപാട് സ്വീകരിച്ചു. കോടതിയുടെ അനുമതി തേടാൻ ദേവസ്വം ബോർഡിന് മതിയായ സമയമുണ്ടായിരുന്നു. ഇത് ചെയ്തില്ല. നടപടിയെടുക്കാതിരിക്കാൻ കാരണം ബോധിപ്പിക്കാൻ ദേവസ്വം അധികൃതർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി അടിയന്തരമായി തിരിച്ചെത്തിക്കാനും നിർദ്ദേശിച്ചു. ഹൈക്കോടതി ഉത്തരവ് വന്ന സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് ഉടൻ അപ്പീൽ പോകും. ഉത്തരവിൽ നിയമവിദഗ്ധരുമായി ചർച്ച നടത്താനാണ് നീക്കം. 24 കൊച്ചി. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. സംസ്ഥാനത്ത് 2 പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. മലപ്പുറം കോഴിക്കോട് സ്വദേശികൾക്കാണ് രോഗബാധ. ഒരേ സമയം ആശങ്കയും ആശ്വാസവുമാണ് അമീബിക് മസ്തിഷ്ക ജ്വരബാധിതരുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2 പേർ രോഗമുക്തരായത് ആശ്വാസം നൽകി. അതേസമയം ഇന്നിപ്പോൾ 2 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. മലപ്പുറം സ്വദേശിയായ 10 വയസ്സുകാരിയാണ് ഒരാൾ. ഇന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മറ്റൊരു ആശുപത്രിയിൽ ചികിത്സയിലുള്ള കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ കോഴിക്കോട് ചികിത്സയിലുള്ള രോഗികളുടെ എണ്ണം 11 ആയി. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്.
24 കോഴിക്കോട്. കേരള സർവകലാശാലയിലെ രജിസ്ട്രാർ പദവി തർക്കത്തിൽ ഡോക്ടർ KS അനിൽകുമാറിന് ഹൈക്കോടതിയിൽ തിരിച്ചടി. KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ തുടരും. VC-യുടെ നടപടി ചർച്ച ചെയ്യാൻ സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ കോടതി നിർദ്ദേശം നൽകി. വിധി തിരിച്ചടിയല്ല എന്നാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രതികരണം. രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്ത നടപടി നിയമവിരുദ്ധമാണെന്നും ചുമതലകൾ നിർവഹിക്കാൻ VC അനുവദിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാണിച്ചാണ് ഡോക്ടർ KS അനിൽകുമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ സസ്പെൻഷൻ നടപടി കോടതി റദ്ദ് ചെയ്തില്ല. VC-യുടെ നടപടി നിയമവിരുദ്ധമാണെന്ന വാദവും തള്ളി. ഉടൻ സിൻഡിക്കേറ്റ് യോഗം ചേരാൻ VC-ക്ക് കോടതി നിർദ്ദേശം നൽകി. സസ്പെൻഷൻ നടപടി തുടരണമോ എന്ന് സിൻഡിക്കേറ്റ് യോഗത്തിൽ തീരുമാനിക്കാമെന്ന് കോടതി വ്യക്തമാക്കി. എന്നാൽ ഹൈക്കോടതി ഉത്തരവ് തിരിച്ചടിയല്ലെന്ന നിലപാടിലാണ് സിൻഡിക്കേറ്റും ഡോക്ടർ KS അനിൽകുമാറുമുള്ളത്. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ഗോപു നന്ദിലത്ത് ജി മാർട്ടിന്റെ ഓണാഘോഷത്തിന്റെ ഭാഗമായി നന്ദിലത്ത് ജി മാർട്ട് അത്തം പത്തോണം ലാക്പതി ഓഫർ 10ാം ദിവസത്തെ വിജയം നറുക്കെടുപ്പിലൂടെ പ്രഖ്യാപിച്ചു. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളിലാണ് നന്ദിലത്ത് ജി മാർട്ട് അത്തം പത്തോണം ലാക്പതി നറുക്കെടുപ്പ് നടത്തിയത്. 1 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസാണ് വിജയിക്ക് ലഭിക്കുന്നത്. വളാഞ്ചേരിയിലെ നിവേദ് K ആണ് 10ാം ദിവസത്തെ വിജയ്. കൂപ്പൺ നമ്പർ 38357 നന്ദിലത്ത് ജിമാർട്ട് വളാഞ്ചേരി ബ്രാഞ്ചിലുള്ള നിവേദനാണ് അവസാനത്തെ വിജയായി നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. കൺഗ്രാജുലേഷൻ. വയനാട് ചീരാലിൽ പുലി വളർത്തുനായെ കൊന്നു തിന്നു. 20ഓളം വളർത്തുമൃഗങ്ങളെയാണ് കഴിഞ്ഞ 4 ദിവസത്തിനിടെ ചീരാലിലും പരിസരങ്ങളിലുമായി പുലികൾ കൊന്നത്. ഇന്ന് പുലർച്ചെയാണ് പുലി വളർത്തുനായയെ കൊന്നു തിന്നത്. ചീരാൽ ചൗണ്ടമൂല അമ്മാമ്മയുടെ 7 വയസ്സുള്ള വളർത്തുനായയാണ് പുലിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വീട്ടുകാർ പുലർച്ചെ നായയുടെ കുര കേട്ടിരുന്നു. പിന്നീട് നേരം പുലർന്നു നോക്കിയപ്പോഴാണ് വീടിന് സമീപം കെട്ടിയിട്ടിരുന്ന നായയെ പകുതി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രി ചെറുതായിട്ട് കുരയ്ക്കുന്ന ശബ്ദം കേട്ടു. നമ്മൾ സാധാരണ കേൾക്കലാണ്, അതുകൊണ്ട് നോക്കിയിരുന്നില്ല. പിന്നെ രാവിലെ ഒന്ന് നോക്കുമ്പോഴാണ് ശബ്ദം കിടക്കുന്നതായിട്ട് കണ്ടത്. പിന്നെ പറഞ്ഞാൽ കുറച്ചുകാർ വീട് അറിയിച്ചു. അവരൊന്ന് നോക്കി പുലിയാണെന്ന് പറഞ്ഞു. വനപാലകർ സ്ഥലത്തെത്തി നായയെ കൊന്നത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 4 മാസത്തിനിടെ ചീരാൽ, നമ്പ്യാർകുന്ന്, കൊഴുവണ തുടങ്ങിയ പ്രദേശങ്ങളിലായി 20ഓളം വളർത്തുമൃഗങ്ങളെയാണ് പുലികൾ ആക്രമിച്ചത്. ഇതിൽ ഭൂരിപക്ഷം മൃഗങ്ങളും കൊല്ലപ്പെട്ടു. തുടർച്ചയായി ഉണ്ടാകുന്ന പുലി ആക്രമണങ്ങളിൽ നാട്ടുകാരും ഭീതിയിലാണ്. 24 വയനാട്. നോക്കാം കാലാവസ്ഥാ റിപ്പോർട്ട്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.